അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസണിലെ ബിഗ് ബാങ് വീക്ക് തുടങ്ങിയിരിക്കെ പ്രേക്ഷകരുടെ ചർച്ചകൾ. മണി ബോക്സ് ടാക്സിൽ ഇത്തവണ വ്യത്യസ്തതയുണ്ട്. ഓരോ മത്സരാർത്ഥിക്കും പരമാവധി തുക സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. അതേസമയം നെവിന് മണി ബോക്സ് ടാസ്കിൽ പങ്കെടുക്കാനാകില്ല. മോഹൻലാൽ നൽകിയ പണിഷ്മെന്റ് ആയിരുന്നു ഇത്. എന്നാൽ നെവിൻ ടാസ്കിൽ പങ്കെടുത്തു. ബിഗ് ബോസ് നോട്ടുകൾ പറത്തിയപ്പോൾ മത്സരാർത്ഥികളെല്ലാം പണം വാരിക്കൂട്ടാൻ ശ്രമിച്ചു. നെവിനും ഇതിൽ പങ്കെടുത്തു. പ്രേക്ഷകരിൽ നിന്ന് ഇക്കാര്യത്തിൽ വിമർശനവും വരുന്നുണ്ട്. അടുത്ത ടാസ്കിൽ നെവിന് പണച്ചാക്ക് എടുത്തു. ഈ ചെക്ക് അക്ബറിന് കൊടുക്കുകയും ചെയ്തു. ഇതേക്കുറിച്ച് പ്രേക്ഷകരിൽ ചിലർക്ക് മറ്റൊരു അഭിപ്രായമുണ്ട്. ഇന്നത്തെ കിടിലൻ സീൻ, നെവിൻ ചുമ്മാ സ്റ്റോർ റൂമിൽ കയറി പോയതാണ്. ദേ കിടക്കുന്നു 10,000 രൂപയുടെ ചെക്ക്. അത് ആളെ ഉടൻ പോക്കറ്റിലാക്കി. അക്ബറിന് കൊടുക്കുകയും ചെയ്തു. ഇവരുടെ പ്ലാനിങ് കൊള്ളാം. നെവിന് അവന് കിട്ടുന്ന കാശ് മുഴുവൻ അക്ബറിനെ ഏൽപ്പിക്കും. അക്ബർ പുറത്തു വന്നിട്ട് ഇവന് തിരിച്ചെടുക്കും എന്ന് ആയിരിക്കും ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. ശരിക്കും നെവിനായിരുന്നു പണപ്പെട്ടിയെടുക്കാൻ അർഹൻ. അവിടെ ഫിനാൻഷ്യലി ഏറ്റവും ബുദ്ധിമുട്ടുന്ന ആൾ നെവിനാണ്. ഇന്ന് രാവിലെ ഈ കാര്യം പറഞ്ഞ ആള് കരഞ്ഞിരുന്നു എന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവെക്കുന്ന അഭിപ്രായങ്ങൾ. എന്നാൽ ഈ നീക്കം നടന്നേക്കില്ല. പണപ്പെട്ടി ടാസ്കിൽ പങ്കെടുക്കാൻ അർഹതയില്ലാത്ത നെവിൻ ആ ചെക്ക് എടുത്തത് നിയമപരമായി നിലനിൽക്കില്ല. മറ്റുള്ള മത്സരാർത്ഥികൾ പരാതിപ്പെട്ടാൽ പണി കിട്ടുമെന്നും പ്രേക്ഷകർ പറയുന്നു.